നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാലും ഇപ്പം നമുക്കിപ്പം ഒരു ടീമിനെ ഇഷ്ടപ്പെടുമ്പം ഇപ്പം ഇറ്റലി എന്ന് പറഞ്ഞാൽ മുസോളിനീൻ്റെ രാഷ്ട്രമല്ല. ജർമ്മനി എന്ന് പറയുന്നത് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, നമ്മൾ പലതരത്തിലും, ഫ്രാൻസ് എന്ന് പറയുന്നത് ശരിക്കും ഡെമോക്രസീനെ എക്സ്പോർട്ട് ചെയ്യുക പോലും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ടീമുകളെ കാണുമ്പം പലപ്പോഴും ജർമ്മനിയോട് ഒരു മലയാളിക്കൊരു വിരോധമുണ്ട്. കാരണം പഴയ നാസി ജർമ്മനി എന്നുള്ളതാണ് മനസ്സിലൊരു തോന്നൽ. ഇപ്പോൾ ഈ നമ്മളെ അഡ്നാൻ അച്സൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം ഫുട്ബോൾ ലോകകപ്പിനൊപ്പം ചേർത്ത് പല രാഷ്ട്രീയ കോൺസ്പിറസി തിയറികളും നടക്കുന്നുണ്ട്. ഇപ്പം അർജൻറ്റീനയെ പറ്റി പറയുകയാണെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നമൊക്കെ അതിനോട് കണക്ട് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം, പിന്നെ ജർമ്മനിയിൽ നിന്ന് ഒരുപാട് പേര് പിന്നെ ഹിറ്റ്ലർക്ക് ശേഷം പോയി അഭയം പ്രാപിച്ചുള്ള സ്ഥലമൊക്കെയാണ് അർജൻറ്റീന. പക്ഷേ എന്നതുകൊണ്ട് അർജൻറ്റീന എന്നുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഡെമോക്രസി അല്ലെങ്കിൽ പ്ലെയേഴ്സിൻ്റെ, ഇപ്പം മറഡോണയെ പോലുള്ള ഒരാൾ ഈവൻ ബുഷിനെ ഷിറ്റ് എന്ന് മാത്രം വിളിച്ചിരുന്ന ഒരു ഫുട്ബോൾ പ്ലെയറാണ്. പക്ഷേ ഈ ചോദ്യം വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഫുട്ബോൾ ലോകകപ്പിന് ഒപ്പം ചേർത്ത് പല രാഷ്ട്രീയ കോൺസ്പിറസി തിയറികളും കൊണ്ടുവരുന്നത് എന്തിനാണെന്നുള്ളതാണ് അഡ്നാൻ അച്സൽ ചോദിക്കുന്നത്. കളിക്കാരുടെ ഭാഗത്തുനിന്ന് അതിനൊരു പ്രസക്തിയില്ല. ഇപ്പം ഇവർ ഒരു ലോകകപ്പ് സെമി ഫൈനൽ കളിക്കാൻ പോകുമ്പോൾ അവർ ഫ്രീ പാലസ്തീനെ പറ്റിയിട്ടോ നെത്തന്യാഹുവിനെ പറ്റിയിട്ടോ ഒന്നും അല്ല ആലോചിക്കുന്നത്. അവരുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും കളിയിലാണ്. ഇപ്പം ലോകകപ്പ് കഴിഞ്ഞാലും 90% കളിക്കാർക്കും ഒരു വലുതായിട്ടൊരു രാഷ്ട്രീയം ഇല്ല. അവരെ ബാധിക്കണ കാര്യം വരുമ്പോൾ ഇപ്പോൾ ഒരു എംബാപ്പെ ആയാലും ഇപ്പോൾ നാഷണൽ ഫ്രണ്ടിനെതിരെ സംസാരിക്കും. റാഷ്ഫോർഡ് മറ്റേ കൺസർവേറ്റീവ് ഗവൺമെൻറ്റിൻ്റെ കുട്ടികളുടെ കാര്യത്തിലുള്ള സ്കൂളിലുള്ള കട്ട്സിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ചിലപ്പോൾ ഇടപെടുന്നല്ലാതെ പൊതുവെ കളിക്കാർക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയത്തിനല്ല, കളിക്കാരുടെ രാഷ്ട്രീയമല്ല. ഈ അഡ്നാൻ ചോദിക്കുന്നത് ഈ ഒരു കോൺസ്പിറസി തിയറി ഉണ്ടല്ലോ, അതായത് അർജന്റീന അതൊരു മീഡിയ ക്രിയേറ്റഡ് ഇതല്ലേ. അതല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ അങ്ങനെ നോക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രസീലിലാണ് ജോസഫ് മെങ്കിലെ പോയി സെറ്റിൽ ചെയ്തത്. ബോയ്സ് ഫ്രം ബ്രസീൽ എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ഉണ്ടാക്കുന്നത്. പാരഗ്വേ ആയിരുന്നു ഏറ്റവും വലിയൊരു അഭയം നാസി ക്രിമിനൽസിന്. അപ്പം അങ്ങനെ ഈജിപ്തിൽ എത്രയോ പേര് പോയിട്ടുണ്ട്. റോക്കറ്റ്സ് ഓഫ് ഹെൽവാൻ്റെ ജനിച്ചാര ഹസൻ അവരുടെ കോച്ച് അവിടെ ജനിച്ചതാണ്. അവിടെ ഇവർ ഇസ്രേലീസ് ബോംബ് ചെയ്തിട്ടാണ് റോക്കറ്റ് ഫെസിലിറ്റി ഡിസ്ട്രോയ് ചെയ്തത്. അപ്പം അങ്ങനെ പല രാജ്യങ്ങളും ഇവർക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഈ ഹിറ്റ്ലറിന്റെ ഏറ്റവും വലിയ അടുത്ത ആളെ അറസ്റ്റ് ചെയ്തത് അർജന്റീനയിൽ വെച്ചാണല്ലോ. അത് ഐക്മൻ. പക്ഷെ അതിലൊന്നും അതൊക്കെ എത്രയോ കാലം മുമ്പാണ്. ഈ സ്കലോണിയൊന്നും ജനിച്ചിട്ട് പോലുള്ള കളിക്കാരുടെ കാര്യം പോട്ടെ. ഐക്മൻ കേസ് 1962 അപ്പൊ ഈ കളിക്കാരും അതുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. ഈ അർജന്റീന നാഷണൽ ടീമും അതിൽ വേറെ റേസിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അർജന്റീൻ സമൂഹത്തിലുള്ള പ്രശ്നമാണ്. അതും നാസി ജർമ്മനിയോ ഇസ്രയേലോ ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. നമുക്കിപ്പോൾ സെമി ലൈനപ്പായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള അർജന്റീന സെമിയിലുണ്ട്. പോർച്ചുഗൽ, ബ്രസീൽ പോലുള്ള ടീമുകൾ പുറത്തായി. സ്വാഭാവികമായിട്ടും കൂടുതൽ ചോദ്യങ്ങളും അർജന്റീനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആദ്യത്തെ ചോദ്യം അരുൺ റജിയുടേതാണ്. അർജന്റീന ഈ ലോകകപ്പിൽ നേരിടാൻ പോകുന്ന ഏറ്റവും ശക്തരായ എതിരാളികളാണ് ഇംഗ്ലണ്ട്. ആ സെമി മത്സരത്തിൽ ടീമിൻ്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കും? ടീം ഫോർമേഷനിലും ടാക്ടിക്സിലും സ്കലോണി എന്ത് മാറ്റങ്ങളായിരിക്കും വരുത്തുക? വലുതായിട്ടൊന്നും ഒരു മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞ പോലെ ഈ ഒരു സെമി ഫൈനൽ കളിയിലല്ല പുതിയ കളിക്കാരെ കൊണ്ടുവന്ന് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകണം. ചിലപ്പോൾ 1-2 മാറ്റങ്ങൾ വരുത്തിയെന്ന് വരും. ഫോർമേഷന് തീർച്ചയായിട്ടും ഞാനൊരു മാറ്റം കാണുന്നുണ്ട്. എന്താ വെച്ചാൽ പല കളിയിലും അർജന്റീന വളരെ ഓപ്പണായി തോന്നിയിട്ടുണ്ട്. മിക്കവാറും ഒരു മിഡ്ഫീൽഡർ, മിക്കവാറും അത് പാരഡൈസ് ആയിരിക്കും, ഒരു സിറ്റിംഗ് മിഡ്ഫീൽഡർ മാത്രമായിട്ട് ഡിഫൻസിന് മുമ്പിൽ ഇരുന്നിട്ട് അതിൻ്റെ മുമ്പിൽ 3 ആയിട്ടാണെങ്കിലും 2-1 ആയിട്ടാണെങ്കിലും അങ്ങനെ കളിക്കാനൊരു സാധ്യതയുണ്ട്.
പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ അൽമാഡ എന്തായാലും കളിക്കണം. കഴിഞ്ഞ കളിയിൽ ഏറ്റവും ഒരു ഡൈനാമിക്കായി തോന്നിയ ഒരു കളിക്കാരൻ അൽമാഡയായിരുന്നു. ബാക്കി ചിലർ അത്ര ഫോമിലല്ല. വീണ്ടും അരുൺ റജിയുടെ ചോദ്യം തന്നെയാണ്. അർജന്റീന എന്തുകൊണ്ടാണ് ഒരു ഗോൾ നേടിയ ശേഷം പിന്നീട് നിരന്തരം ആക്രമണം നടത്താതെ പിന്നോട്ട് വലിയുന്നത്? ഈ ഡിഫെൻസീവ് അപ്രോച്ച് പല മത്സരങ്ങളിലും ടീമിനെ പ്രതീക്ഷിച്ചതിനേക്കാളും കടുത്ത സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? അതെനിക്ക് തോന്നുന്നു വേണിച്ചിട്ട് ഒരു ടീമും അങ്ങനത്തെ ഒരു അപ്രോച്ചിലേക്ക് പോവില്ല. അവർക്കെതിരെ കളിച്ചിട്ടുള്ള ടീമുകൾ നന്നായി കളിച്ചിട്ടുണ്ട്. കേപ്പ് വേർഡേക്കും ഈജിപ്തിനും ഒന്നും നഷ്ടപ്പെടാനുണ്ടായിരുന്നില്ല. അവരൊരു ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയത് കാരണം ആരും അവർ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സ്വിറ്റ്സർലൻഡും ഒരു കണക്കിന് അങ്ങനെയായിരുന്നു. ഞാനത് കുറച്ചും കൂടി ഒരു ഡോമിനൻ്റ് ആയിട്ട് അർജൻറ്റീന ജയിക്കുമെന്ന് വിചാരിച്ചൊരു കളിയാണ്. പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ ഇല്ലാത്തത് കാരണം. പക്ഷെ അവർ വളരെ അറ്റാക്കിംഗ് ആയിട്ട് കളിച്ചു അന്ന്. അത് കാരണം അർജൻറ്റീന ടീമിലുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാനും പറ്റി. പക്ഷെ അത് വേണിച്ച് എനിക്ക് തോന്നുന്നില്ല അർജൻറ്റീന അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തതാണ്. പക്ഷെ ആ കളിയിൽ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞതിന് ശേഷമാണ് അർജന്റീന പിന്നെയും ദിലീപ് ഇന്നലെ പറയുന്നുണ്ടായിരുന്നല്ലോ. കാരണം ഒരു കളിക്കാരൻ പുറത്തായതിനു ശേഷം ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അർജന്റീനയ്ക്ക് വലിയ ഡോമിനൻസ് വരുന്നുണ്ട്. അതെ, അത് വരെ അവർ നന്നായി കളിച്ചിട്ടില്ല എന്നുള്ളത് അല്ല, അർജന്റീന നന്നായി കളിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കേപ്പ് വെർദെക്കെതിരെയാണെങ്കിലും സ്വിറ്റ്സർലൻഡിനെതിരെയാണെങ്കിലും ആദ്യം ഗോള് നേടി ആ ഒരൊറ്റ ഗോളിൽ തന്നെ അത് മതി, അങ്ങനെ ഒരു അപ്രോച്ച് അതെനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇതങ്ങനെ ഒരു ഡിഫെൻഡ് ചെയ്യാൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു ടീമല്ല ഇത്. ഈ ടീമിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ആ മുൻനിരയിലുള്ള കളിക്കാരാണ്, പ്രത്യേകിച്ച് മെസ്സി. അപ്പം അങ്ങനത്തെ ഒരു ടീം ഡിഫെൻഡ് ചെയ്യണതിൽ അർത്ഥമില്ല ശരിക്കും. അടുത്ത ചോദ്യം അനിരുദ്ധൻ എസിൻ്റേതാണ്. അർജന്റീന മധ്യനിര ഒട്ടും ക്രിയേറ്റീവായി തോന്നുന്നില്ല. ടീമിൻ്റെ മധ്യനിരയിലെ താരങ്ങളുടെ ഫോം പ്രശ്നമാണോ ഇത്? നിക്കോപാസ്, ബാർക്കോ, ലോസെൽസോ, സിമിയോണി എന്നീ താരങ്ങൾക്ക് സ്കലോണി എന്തുകൊണ്ടായിരിക്കും അവസരം നിഷേധിക്കുന്നത്? അർജന്റീന മധ്യനിരയും ബെഞ്ചിലെ താരങ്ങളും ദിലീപ് ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ വൈകിപ്പോയി മാറ്റങ്ങൾക്ക്. ഇപ്പോൾ ശരിയാണ്, പല കളിക്കാർ ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ്, മെക്കാലിസ്റ്റർ കുറച്ചും കൂടി, പക്ഷെ എൻസോ വിചാരിച്ച ലെവലെത്തിയിട്ടില്ല. ഡിപ്പോള് ചില കളിയിൽ വളരെ നന്നായി കളിച്ചിട്ടുണ്ട്, ചില കളിയിൽ ഇപ്പോൾ 2022 കളിയല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. പലപ്പോഴും നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രായത്തിൻ്റെയും കൂടിയാണത്. പക്ഷേ ഈ ഒരു സെമി ഫൈനലിൽ വരുമ്പോൾ നിങ്ങളൊരു ബാർക്കോനെ അതിലേക്ക് വിടാൻ പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൊസെൽസോ ഒരു കളി നന്നായി കളിച്ചു, പിന്നെ കണ്ടിട്ടില്ല. അൽമാഡ് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് കളി കുറേ മാറ്റി സ്വിറ്റ്സർലൻഡിനെതിരെ. പക്ഷേ നിക്കോപാസും ബാർക്കോന്നും ഇത്രയും വലിയൊരു കളിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ദിലീപ് ഒപ്പം പറയുമ്പം നിക്കോപാസിനെ നേരത്തെ നമ്മൾ പല കളികളിലും നേരത്തെ നമ്മൾ അതെ, പക്ഷെ അങ്ങനത്തെ ഒരു കളിക്കാരനെ ഈ സെമിയിൽ കളിപ്പിക്കണമെങ്കിൽ ഇതിന് മുമ്പുള്ള കളികളിലൊരു ഫുൾ 90 മിനിറ്റ്സ് ഒക്കെ കളിക്കണമായിരുന്നു, പരിശീലനം വേണം. അതെ. ഇപ്പം ആദ്യം സ്വിറ്റ്സർലൻഡ് ആദ്യം മൻസാമ്പിയെ ബെഞ്ചിലാണ് ഇരുത്തിയത്. പിന്നെ ബെഞ്ചിൽ നിന്നുള്ള ഇമ്പാക്റ്റ് കണ്ടിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് പരിക്കായിട്ട് പിന്നെ പുറത്തു പോയതാണ്. ഈ കേസിൽ ഇപ്പൊ നിക്കോപാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വേണ്ടത്ര മിനിറ്റ്സ് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു കളിക്കാരനെ നിങ്ങളൊരു സെമിയിൽ റിസ്ക് ചെയ്യാൻ സാധ്യതയില്ല. അടുത്തത് അലൻ്റെ ചോദ്യം. എതിർ ടീമുകളുടെ കൗണ്ടർ അറ്റാക്കുകളിൽ അർജന്റീന വല്ലാതെ മോശമായി പോകുന്നത് കാണാം. ഇത് എന്തുകൊണ്ടാണ്? ഇംഗ്ലണ്ടിനെതിരെ ഇക്കാര്യത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ശരിക്കും പേസ് ഇല്ല. ഡിഫൻസിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള കളിക്കാർ കുറവാണ്. പിന്നെ മിഡ്ഫീൽഡും പലപ്പോഴും കവർ ചെയ്തിട്ടില്ല. ഇപ്പം ഇതിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയാൻ ശരിക്കും ഒരു ഓൾഡ് സ്റ്റൈൽ ഒരു നമ്പർ 6, ഇപ്പോൾ റെഡോണ്ടോ കുറേ കാലം ചെയ്തിരുന്നത്, സിമിയോണി ചെയ്തിരുന്നത്, ഈ ഒരു ലെവലിലുള്ളൊരു നമ്പർ 6 ഇല്ല ശരിക്കും അർജൻറ്റീനയ്ക്ക്. അപ്പോൾ അതൊരു പാരഡൈസ് ആണ് പിന്നുള്ളത്. പക്ഷെ പാരഡൈസ് ഞാൻ ഒരിക്കലും ഒരു റെഡോണ്ടോ ലെവലിലൊന്നും കാണില്ല. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. എന്താ വെച്ചാൽ ശരിക്കും ഒരു ഏറ്റവും മികച്ച നമ്പർ 6 എന്ന് പറഞ്ഞാൽ അവർക്ക് ആ മറ്റേ ടീമിനെ തടുക്കാനും മുന്നേറ്റം തടുക്കാനും പറ്റും, ഇവിടുന്ന് മൂവ്സ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റണം. അപ്പോൾ അത് വളരെ ചുരുക്കം കളിക്കാർക്ക് ആ കഴിവുണ്ടാവുള്ളൂ. പിന്നെ ഈ പേസ് ഇല്ലാത്തത് എല്ലാ ടീമും, ഇംഗ്ലണ്ടിനാണെങ്കിൽ പല കളിക്കാരുണ്ട്, സാക്ക ഇവിടുന്ന്, ഗോർഡൻ അവിടുന്ന്, ബെല്ലിംഗം നടുവ് കൂടി, ഇവർക്കൊക്കെ നല്ല സ്പീഡുള്ള കളിക്കാരെ. ജെഡ് സ്പെൻസ് കളിച്ച സ്പെൻസിന് നല്ല സ്പീഡുണ്ട്, റീസ് ജെയിംസ്. അപ്പം ഇവരൊക്കെ ഒരു ത്രെറ്റ് ആയിരിക്കും അർജന്റീനയ്ക്ക്. അടുത്തത് സെബാസ്റ്റ്യൻ തോമസിൻ്റെ ചോദ്യം. യൂറോപ്പിലെ വലിയ ഫുട്ബോൾ രാജ്യങ്ങളിൽ
അവിടുത്തെ ആരാധകർ രാജ്യത്തിനേക്കാൾ ക്ലബ്ബുകളോടാണോ കൂടുതൽ താല്പര്യം കാണിക്കാറുള്ളത്? വെസ്റ്റ് ഹാമും അതുപോലെയുള്ള ലണ്ടൻ ക്ലബ്ബുകളുടെയും ആരാധകരാണ് ഇംഗ്ലണ്ട് ദേശീയ ടീമിനെ പിന്തുണയ്ക്കുന്നതെന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ ഒരിക്കൽ ലോകകപ്പിൽ അർജന്റീനയെ പിന്തുണച്ചുവെന്നും കേട്ടു. ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ? അർജന്റീന പിന്തുണച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം ഉണ്ടാവാൻ വലിയ സാധ്യതയില്ല. പക്ഷെ പലപ്പോഴും വടക്കോട്ട് പോകുന്തോറും ഇംഗ്ലണ്ടിനോടുള്ള ഒരു അടുപ്പം കുറച്ച് മങ്ങാറുണ്ട്. ഇപ്പോൾ ലിവർപൂളിലൊക്കെ ഒരു ചാൻറ്റ് വരെയുണ്ട്, വി ആർ നോട്ട് ഇംഗ്ലീഷ്, വി ആർ സ്കൗസ് എന്നുള്ള. ലോബ് സ്കൗസ് അവിടുത്തെ ഒരു ലോക്കൽ ഡിഷാണ്, അത് സ്കൗസേഴ്സ് ആൾക്കാരെ പറയുക. അപ്പം അത് കാരണം ആ ഒരു എന്താ വെച്ചാൽ വടക്കോട്ട് പോകുന്തോറും, പ്രത്യേകിച്ച് താച്ചറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഈ നഗരങ്ങളെ ഒന്നും ഒരു ശ്രദ്ധയില്ല എന്നുള്ളൊരു ധാരണ, അത് ശരിയാണ്. ദിലീപ് പറയുന്ന യു കെയുടെ കാര്യമാണ്. അവിടെ ആ ആൾക്കാരെ തീരെ ഒരു ശ്രദ്ധയില്ല. ഇവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ലണ്ടനിൽ കാര്യങ്ങളും ഭംഗിയായി നടന്നാൽ മതി എന്ന് മാത്രം. അപ്പോൾ അത് കാരണം ഇപ്പോൾ ലിവർപൂളായാലും മാഞ്ചസ്റ്റർ ആയാലും ആ ഒരു സദേൺ ഇംഗ്ലണ്ടിനോടൊരു വൈരാഗ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നോർത്തും സൗത്തും തമ്മിൽ അടി, അതുപോലെ തന്നെ. അപ്പം അത് കാരണം വടക്കോട്ട് പോകുന്തോറും ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ പിന്നെ ലോക്കൽ നിങ്ങളുടെ കളിക്കാർ കളിക്കുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ലിവർപൂളിലൊക്കെ ഇത്തവണ വളരെ തണുപ്പായിരുന്നു. എന്താ വെച്ചാൽ അവിടുത്തെ കളിക്കാരും ഇല്ല. ഈ ചോദ്യത്തിൽ നമുക്ക് ആഡ് ചെയ്ത് ചോദിക്കാവുന്ന ഒരു സാധനം വെച്ചാൽ ഇപ്പം ബാസ, റയൽ മാഡ്രിഡിൻ്റെ ആരും ഇല്ല സ്പാനിഷ് ടീമിൽ. അപ്പോൾ ഇത്തരം വലിയ ഫുട്ബോളിംഗ് ഗ്രൗണ്ട്, ഫുട്ബോൾ ടീമൊക്കെ ഉള്ള സ്ഥലത്ത് അവരെങ്ങനെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്? അതൊരു ആവേശകരമായ ചോദ്യമാണ് പിന്നെ ഈ സെബാസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അല്ല, അത് മിക്ക ഫാൻസിനും ക്ലബ്ബാണ് ഏറ്റവും പ്രധാനം. എന്നുവെച്ചാൽ 365 ദിവസവും നിങ്ങൾ ക്ലബിൻ്റെ കൂടെയാണ്. ഈ രാജ്യങ്ങളുടെ ടൂർണമെൻറ്റ് സാധാരണ യൂറോയും മറ്റേ ലോകകപ്പും 2 കൊല്ലം കൂടുമ്പോൾ വരുന്ന ഒരിതാണ്. ഒരു എന്താ പറയുക, ഓണൊക്കെ വരുന്ന പോലെ. അല്ലാതെ ഒരു റെഗുലർ ഒരു ഇതല്ല. ക്ലബ്ബാണ് നിങ്ങളുടെ എല്ലാം മിക്ക ഫാൻസും. അപ്പം അത് തീർച്ചയായിട്ടും കുറേ പേര് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ എന്നെ പോലത്തെ ഒരാൾ, ഞാനിപ്പോൾ പല ടീമുകളെയും നോക്കുന്നത് ഏതൊക്കെ ടീമിൽ ലിവർപൂൾ കളിക്കാരുണ്ട്, അവർ നന്നായി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ ബ്രസീലിൽ ആലിസൺ ഉണ്ടായിരുന്നു, മുമ്പത്തെ ഫെബീനിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് തീർച്ചയായിട്ടും നമുക്കൊരു സോഫ്റ്റ് സ്പോട്ട് ഉണ്ടാവും. അർജന്റീനയിൽ മെക്കാലിസ്റ്റർ ലിവർപൂൾ പ്ലെയറാണ്. അപ്പം അങ്ങനത്തെ നിങ്ങളുടെ കളിക്കാരെ എന്തായാലും നോക്കും. ഈ നാപ്പോളി ആരാധകർ മറഡോണയെ അർജന്റീനയെ പിന്തുണച്ചു, ഇറ്റലിയെ പിന്തുണച്ചില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ആ സെമി ഫൈനലിൽ 1990 കുറച്ച് പേര് അർജന്റീനയുടെ ഭാഗത്തായിരുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ ഉണ്ട്. അത് പക്ഷെ എത്രത്തോളം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അത് എക്സാജറേറ്റ് ചെയ്തൊരു കഥയാണ് എന്ന്. അധിക പേരും ഇറ്റലിയെ തന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷെ കുറേ പേർക്ക് ഈ നാപ്പോളിയിലും ഇതേ പ്രശ്നമാണ്. സദേൺ ഇറ്റലിക്ക് എപ്പോഴും ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, പൈസ മുഴുവൻ വടക്കോട്ടാണ്, ഇവിടെ ഒന്നും എത്താറില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇത് കാരണം നാപ്പോളിക്ക് അവരുടെ ഏറ്റവും വലിയ ഐഡൽ മാരഡോണയായിരുന്നു. അടുത്ത ചോദ്യം സുഹൈൽ കാരക്കാടിൻ്റെതാണ്. എൻ്റെ ചോദ്യം ഇംഗ്ലണ്ട് ടീമിനെ കുറിച്ചാണ്. ജൂഡ് ബെല്ലിംഗ്ഹാം നമ്പർ 10-ഉം ഹാരി കെയ്ൻ നമ്പർ 9-ഉമാണ് കളിക്കുന്നത്. എന്നാൽ മത്സരത്തിനിടെ ഇരുവരും പലപ്പോഴും പൊസിഷൻ മാറി കളിക്കുന്നത് കാണാം. ഇരുവരും വ്യത്യസ്ത ലീഗുകളിലാണ് കളിക്കുന്നത്. കൂടാതെ ജൂഡ് ചില ക്വാളിഫിക്കേഷൻ മത്സരങ്ങളും കളിച്ചിരുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ പോലും ഇരുവർക്കും ഇത്ര മികച്ച ധാരണ എങ്ങനെ ഉണ്ടാകുന്നു? അതുപോലെ തന്നെ ഇരുവരും പലപ്പോഴും ഡിഫൻസിലേക്കും ഇറങ്ങി കളിക്കുന്നത് കാണാറുണ്ട്. ഇതിൻ്റെ രഹസ്യം എന്താണ്? രഹസ്യമൊന്നുമില്ല, പ്രാക്ടീസ് പിച്ചിൽ കോച്ച് ചെയ്യിപ്പിക്കണ പണി തന്നെ. അത് എല്ലാ നല്ല ടീമിനും ആ ക്രിയേറ്റീവ് പ്ലെയറും മറ്റേ നമ്പർ 9-ഉം തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവണം. ഇപ്പോൾ ഫ്രാൻസിൽ എംബാപ്പയും ഒളീസയും തമ്മിൽ ആ കണക്ഷൻ നമ്മൾ പലപ്പോഴും ഈ ലോകകപ്പിൽ കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് അർജന്റീന ബ്രസീലിനെ തോൽപ്പിച്ചപ്പോൾ ഒരു ഒറ്റ പാസ് കാരണം മാരഡോണ കെനിജയ്ക്ക് ബോൾ കൊടുക്കണം. ആ ഒരു കണക്ഷൻ എല്ലാ നല്ല ടീംസിനും അത് ഉണ്ടാവാറുണ്ട്. ആ നമ്പർ 10-ഉം സ്ട്രൈക്കറും തമ്മിലുള്ള കണക്ഷൻ. പിന്നെ ബെല്ലിംഗമിൻ്റെ ഏറ്റവും വലിയ കഴിവ് അതാണ്, ബോക്സിലെത്തുക. ശരിക്കും ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറാണ്. അറിയാം എപ്പോഴാണ് താൻ ബോക്സിലെത്തിയ ഒരു മൂവ് ഫിനിഷ് ചെയ്യേണ്ടതെന്ന്. കെയ്നാണെങ്കിൽ പണ്ട് കാലം തൊട്ട് തന്നെ വളരെ പൊസിഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കളിക്കണ ഒരു കളിക്കാരന്. ഡീപ്പായി വരേണ്ട ആവശ്യമുള്ളപ്പോൾ ഡീപ്പായിട്ട് വന്ന് ബോൾ എടുക്കും. പിന്നെ ബാക്കിയുള്ളവർക്ക് പാസ് കൊടുക്കാനും അറിയാം. അപ്പം അത് 2 കംപ്ലീറ്റ് ഫുട്ബോളേഴ്സാണ്. വെറും ഒരു നമ്പർ 9-ഓ ഒരു നമ്പർ 10-ഓ ആയിട്ട് കാണാൻ പറ്റില്ല.
സുഹേലിൻ്റെ തന്നെ അടുത്ത ചോദ്യം, സെമി ഫൈനലിൽ എത്തിയ 4 ടീമുകളും ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 4 സ്ഥാനങ്ങളിലുള്ളവരാണ്. ഇത് ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച സെമി ഫൈനൽ ലൈനപ്പ് ആണെന്ന് പറയാമോ? ഫോം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിപ്പോൾ 4 ടീമിനെ പറ്റിയും ആർക്കും കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്രാൻസും സ്പെയിനും വളരെ ഡോമിനൻ്റ് ആയിട്ട് എത്തിയിട്ടുള്ളതാണ് ഇതുവരെ. ഇംഗ്ലണ്ട് വളരെയധികം പൊരുതിയിട്ട് അവർക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലണ്ടിനാണ് ഏറ്റവും ടഫ് കളികൾ കിട്ടിയിട്ടുള്ളത്. മെക്സിക്കോ പോണ്ടി വന്നു. അവിടെ മെക്സിക്കോ സിറ്റിയിൽ മെക്സിക്കോനെ കളിക്കാവുന്ന വലിയൊരു ദൗത്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ നല്ലൊരു നോർവേ ടീമിനെതിരെ കളിക്കേണ്ടി വന്നു. അർജൻറ്റീന അതേപോലെ അവർ അത്ര ശക്തമായ ടീംസിനെ കളിച്ചില്ലെങ്കിലും ആ കളികളിൽ പല സന്ദർഭത്തിലും അവർ തോറ്റ് പുറത്താവുന്നുള്ളൊരു സാഹചര്യം നമ്മൾ കണ്ടത്. അതിൽ നിന്നൊക്കെ അവർക്കും തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഏറ്റവും 4 ഏറ്റവും മികച്ച ടീമുകൾ തന്നെ സെമിയിലെത്തിയെന്ന് പറയാൻ പറ്റും. അടുത്ത ചോദ്യം രാഹുൽ രവിയുടേതാണ്. ഇംഗ്ലണ്ട് നോർവേ മത്സരത്തിൽ അലക്സാണ്ടർ സോർലോത്ത് ഹാലൻഡിന് പാസ് നൽകിയിരുന്നുവെങ്കിൽ മത്സരഫലം തന്നെ മാറി മറിഞ്ഞേനെ. ഈ ഒരു സംഭവത്തെ ഒന്ന് വിശദീകരിക്കാമോ? അതെപ്പോഴും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഫോർവേഡ് ലൈനിൽ പ്രത്യേകിച്ച് 3 മികച്ച കളിക്കാരൊക്കെ ഉള്ളപ്പോൾ എല്ലാവരുടെയും ഇവരുടെ ബ്രെയിനിൻ്റെ വയറിങ് തന്നെ ഗോൾ അടിക്കുക എന്നുള്ളതിനാണ്. അപ്പോൾ അത് ആ ഒരു ബോക്സിലെത്തുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ വിചാരം താൻ ഷോട്ട് എടുക്കുക അല്ലെങ്കിൽ താൻ ഫിനിഷ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ടേ പാസിനെ പറ്റി ആലോചിക്കും. വേറെ ഒരു നിവൃത്തിയില്ലെങ്കിലേ പാസ് ചെയ്യുള്ളൂ സാധാരണ. അതിപ്പോൾ എംബാപ്പയും ഡെംബെലയൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എംബാപ്പെ ബോക്സിലെത്തിയ ഒരു ആംഗിളിലായിരിക്കും ചിലപ്പോൾ ഇവിടെ ഡെംബെലെ ഓപ്പൺ ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഷോട്ട് എടുക്കുക. അവരുടെ ആദ്യത്തെ ഇൻസ്റ്റിങ്ക്റ്റ് സ്വന്തം ഗോൾ അടിക്കാനാണ്. അതിൽ ഒരിക്കലും നമുക്കൊരു ഫോർവേഡിനെ കുറ്റം പറയാൻ പറ്റില്ല. അവർ അങ്ങനെ അതാണ് അവരുടെ ശക്തി ശരിക്കും. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ് അവരെ ഒരു ടോപ്പ് കളിക്കാരനാക്കിയിട്ടുള്ളത്. അത് കാരണം നമ്മൾ ആദ്യം പാസിനല്ല നോക്കുന്നത്. ഇപ്പം അസിസ്റ്റ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതായത് ഇപ്പം ഇതിനകത്ത് വരുന്നത് ഇപ്പം പ്രത്യേകിച്ച് മെസ്സി ഇത്രയും കാലമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ മെസ്സി ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മെസ്സിയുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ്, കാലിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ബാക്കി കളിക്കാരുടെ ഒരു ഇൻറ്റൻഷൻ. പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ സാധ്യതയില്ലെങ്കിൽ എന്നുള്ള സാധ്യതയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ഞാനും പറഞ്ഞത്. നിങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ പാസ് ചെയ്യാൻ കൊടുക്കും. അല്ലാതെ ഒരു എംബാപ്പയുടെ അടുത്ത് ബോക്സിൽ ബോൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വിചാരം ഗോൾ അടിക്കാനാണ്, അല്ലാതെ പാസ് അവിടെ ഡെംബെലെ ഓപ്പൺ ആണ് എന്നല്ല ആലോചിക്കുന്നത്. അടുത്തത് ശ്രീജിത്ത് എസിൻ്റെ ചോദ്യം. ഒരു ഫ്രാൻസ് ആരാധകൻ എന്ന നിലയിൽ എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. ഫ്രാൻസിൻ്റെ ആക്രമണ നിരയുടെ മികവ് അവരുടെ പ്രതിരോധത്തിലെ പോരായ്മകളെ മറികടന്ന് വിജയം നേടാൻ മതിയാകുമോ? മറ്റൊരു ചോദ്യം, ലോകോത്തര നിലവാരമുള്ള ശക്തരായ എതിരാളികൾക്കെതിരെ ഫ്രാൻസിന് മധ്യനിരയിൽ ആധിപത്യം സ്ഥാപിച്ച് കളിയുടെ നിയന്ത്രണം നിലനിർത്താൻ കഴിയുമോ? ഈ ശ്രീജിത്ത് എസ് ടീച്ചറൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ആൻസർ ഷീറ്റ് ഒന്നും മാർക്ക് ചെയ്യാതിരുന്നത് ഭാഗ്യം. എന്താ വെച്ചാൽ 6 കളിയിൽ 2 ഗോളേ വഴങ്ങിയിട്ടുള്ളൂ ഫ്രാൻസ്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്ട്രിക്റ്റ് മാർക്കിംഗ് ആണത്. ശരിയാണ്, അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുള്ളൊരു ടീമാണ് ഫ്രാൻസ്. അത് ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമാണ് ബോൾ അധിക സമയം നിങ്ങളുടെ അടുത്താണെങ്കിൽ. അതിപ്പോൾ സ്പെയിനിൻ്റെ എതിരെ വരുമ്പോഴാണ് അത് ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മിക്കവാറും സ്പെയിനായിരിക്കും അധികം ബോൾ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു നോക്കണം. മിഡ്ഫീൽഡിൻ്റെ നല്ലൊരു ചോദ്യമാണെന്ന് വെച്ചാൽ ഇതുവരെ ഏഡ്രിയൻ റാബിയോ ആണ് അത് പിടിച്ചു വെച്ചിട്ടുള്ളത്. ചുവമനി ചില കളിയിൽ കളിച്ചിട്ടില്ല. മാനു കോണെ വേറെ തന്നെ ഒരു ശൈലിയിലൊരു കളിക്കാരനാണ്. ചുവമനി പോലത്തെ ഒരു എക്സാക്ട് ലൈക്ക് ഫോർ ലൈക്ക് റിപ്ലേസ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഏരിയ ആര് കൺട്രോൾ ചെയ്യും? അപ്പുറത്തുള്ളത് റോഡ്രിയും പെഡ്രിയാണോ ഫാബിയൻ റൂയിസോ ആരാ കളിക്കുകയെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു കോൺടെസ്റ്റ് ശരിക്കും കളി തീരുമാനിക്കും. നമ്മൾ സ്പെയിൻ പോർച്ചുഗലിന് മുമ്പ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കളി ശരിക്കും റോഡ്രി ആ ഏരിയ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ ഇപ്പോൾ റാബിയോനും കോണെ ആയാലും ചുവമനി ആയാലും അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നാണ്. എന്താ വെച്ചാൽ ബോൾ ഇപ്പം മുൻനിര ഫ്രാൻസിൻ്റെ തന്നെയാണ് ഏറ്റവും നല്ലത്, അതിൽ ഒരു സംശയമില്ല. പക്ഷെ ബോൾ എത്തിച്ചു കൊടുക്കണം. ഇപ്പം എംബാപ്പെ ആയാലും ഒളീസ ആയാലും അവർക്ക് ബോൾ എത്തണം. അങ്ങനെ